ശിവന്റെ മടിയിൽ ശ്രീപാർവതി കിടക്കുന്നതായിട്ടാണ് സങ്കല്പം. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഈ വെടി വഴിപാടുണ്ട് ഇവിടെ. ഈ വെടി വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സാധനം മോഷണം പോവുകയോ അതല്ലെങ്കിൽ കളഞ്ഞു പോവുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വെടി വഴിപാട് നേർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഗതി കിട്ടിയതായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ശതശത വഴിപാട് കഴിക്കുന്നത് ഇഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ചൊവ്വയും വെള്ളി ദിവസങ്ങളിൽ ഇവിടെ ഈ സ്വയംവര മന്ത്രമാല പുഷ്പാഞ്ജലി ഉണ്ട്. അത് മംഗല്യം നടത്താൻ താമസമുള്ളവർ ആണുങ്ങൾക്കാണെങ്കിലും ശരി പെൺകുട്ടികൾക്കാണെങ്കിലും ശരി അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ 5 വെള്ളിയാഴ്ച അതല്ലെങ്കിൽ 5 ചൊവ്വാഴ്ച, ചൊവ്വയും വെള്ളിയും മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് കല്യാണം ചിലർ കല്യാണം നടക്കുന്നത് വരെ കഴിക്കും. ചിലർ 1, 2, 3 എണ്ണത്തിൽ കഴിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ആണെങ്കിൽ കല്യാണം നടന്നു പോകാനുള്ളതാണെങ്കിൽ നടന്നു പോയിരിക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഉണ്ടാകുന്ന വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ശാന്തിക്കാരനായിട്ട് വന്നിട്ട് 20 വർഷമായി. ഈ 20 വർഷത്തിനുള്ളിൽ എനിക്കുള്ള അനുഭവങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. പിന്നെ മനസ്സിൽ ഉദ്ദേശിച്ച് എന്ത് കാര്യം സാധിക്കണമെന്ന് വെച്ചാൽ മനസ്സിൽ ഉദ്ദേശിച്ച് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ സംഭവം നടന്നിരിക്കും. കാരണം എൻ്റെ അനുഭവം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അനുഭവം വെച്ച് പറയാം, അത് അങ്ങനെയാണ്.